ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ നമ്മുടെ മാത്സ് എക്സാം ആണ് അടുത്ത നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. സോ നമ്പർ റിലേഷൻസ് എന്ന് പറഞ്ഞ അടിപൊളി ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലേ. 72നെ പ്രൊഡക്റ്റ് ഓഫ് പവർ ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് അഭാജ്യ സംഖ്യയുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതിയടാ, നമ്മുടെ ഘടകക്രിയ അഥവാ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യാം. എന്നിട്ട് എഴുതി വെക്കാം. സിമ്പിൾ ആണ്. 2 പോവില്ലേ. 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ 2 into 6 12 ആണ്. വീണ്ടും 2 into 1s are 2. ഇവിടെയോ 16. 2 into 8 are 16. 2 ഗുണം 9 ആണ് 18. അതേപോലെ 3 ഗുണം 3 ആണ് 9 എന്ന് വരും അല്ലെ. 72നെ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? 2 cube into 3 square എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നിങ്ങളോട് അടുത്ത ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. എന്തായാലും എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ആദ്യം നിങ്ങളോട് ഇതേപോലെ എഴുതാൻ പറയും, പ്രൊഡക്റ്റ് ഓഫ് പവർ ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറയും. അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഇതിന് എത്ര ഫാക്ടേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതിയിടാ? യെസ്, 2⁻3 എന്ന് പറഞ്ഞ നമ്പറിന്റെ ഫാക്ടേഴ്സ് എത്രയായിരിക്കും? അതിന്റെ പവറിനോട് ഒന്ന് കൂട്ടിയാൽ മതി. അതായത് അതിന്റെ കൃതിയോട് ഒന്ന് കൂട്ടുക അല്ലെ. അതായത് 3 + 1 ഫാക്ടേഴ്സ് അല്ലെ. 3 + 1 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 4 ഫാക്ടേഴ്സ് ഉണ്ടാകും. ഇനി 3⁻2ന് എത്ര ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക? ഇതിന്റെ കൃതിയോട് ഒന്ന് കൂട്ടുക അല്ലെ. അതായത് 2 + 1 ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ 4 into 3 എന്ന് പറയുന്നത് 12 ഫാക്ടേഴ്സ് ആയിരിക്കും നമുക്ക് ടോട്ടൽ ഉണ്ടാവുക അല്ലെ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. 144ന് തുല്യം ഏതാണ്? ഇങ്ങനെ ഒരു ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ 144ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഘടകക്രിയ ചെയ്യാൻ പോവാണ്. 2 7s are 14. ഇവിടെ 2. വീണ്ടും എന്ത് ചെയ്യാണ്? 2 കൊണ്ട് ചെയ്യാണ്. 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. 2 into 6 12. വീണ്ടും 2 18 എന്ന് വരും. വീണ്ടും 2 9. 3 ഗുണം 3. അപ്പോൾ 144 നമുക്ക് എന്ത് എഴുതാം? 1 2 3 4. 2⁻4 into 3 square എന്ന് നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഇതിന്റെ ഫാക്ടേഴ്സ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 + 1 5. ഇവിടെയോ 2 + 1 3. 5 into 3 എന്ന് പറയുന്നത് 15 ഫാക്ടേഴ്സ് ആയിരിക്കും ഇതിന് ടോട്ടൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാമിന് നല്ല പോലെ പെർഫോം ചെയ്യുക. സൂപ്പർ ആയിട്ട് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മിസ് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.